കോൺഗ്രസ് വോട്ട് പിടിക്കട്ടെ, BJP വോട്ട് പിടിക്കട്ടെ. അപ്പോൾ ആര് ജയിക്കുന്ന അറിയാം. അങ്ങനെ ഉണ്ടായി. CPI മാറ്റി കൊടുത്തല്ലേ, അപ്പോൾ അറിയാലോ. ഇവിടെ അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥി എത്തും. ഏകദേശം ഇനി 20 മിനിറ്റോളം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള എവിടെ സ്ഥാനാർത്ഥി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി ഏതാനും നിമിഷങ്ങൾക്കവിടെ എത്തിച്ചേരും. വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്ഥാനാർത്ഥിക്കായി ഇവിടെ പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും കാത്തിരിക്കുകയാണ്. DJ വാഹനം എത്തി. സ്ഥാനാർത്ഥിയുടെ ഇനി തൊട്ടപ്പുറത്ത് തന്നെ ക്രെയിനുണ്ട്. ഇനി ആ ക്രെയിനിലേക്ക് സ്ഥാനാർത്ഥിയെ കയറ്റി ഉയർത്തിക്കൊണ്ടായിരിക്കും. ഇപ്പോൾ VV രാജേഷ് ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി അല്പസമയത്തിനകത്തൂല്ലേ എത്തിക്കഴിഞ്ഞു. കൃഷ്ണകുമാർജി ഇവിടെ തൊട്ടടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞു. ഇതേപോലെ നിയമസഭയിലേക്ക് എത്തും. തീർച്ചയായിട്ടും ഇതിനേക്കാൾ ആവേശത്തോടെ ആയിരക്കണക്കിന് ജനങ്ങളുടെ അകമ്പടിയോടെ 23 കഴിയുമ്പോൾ കൃഷ്ണകുമാർജി നിയമസഭയിലെത്തും. സന്ദീപ് പോയതൊന്നും പ്രശ്നമാവില്ലേ? കൂടുതൽ ആൾക്കാർ പാർട്ടിയെ ഘട്ടത്തിൽ ചതിച്ചിട്ടുള്ളത് കൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകർ കൂടുതലായിട്ട് പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. രഞ്ജിത്തിലേക്കും അല്ലമീനിലേക്കും പോകാം. UDF ക്യാമ്പിൽ രാഹുൽ കൂടി എത്തിയതോടെ അവിടെ കൊട്ടിക്കലാശ വേദിയിൽ തന്നെ ആവേശമായിരിക്കുകയാണല്ലേ രഞ്ജിത്ത്? മന്ത്രി MP രാജേഷ് സംസാരിക്കുന്നു. ഡോക്ടർ സരിൻ ഇപ്പോഴും പ്രചാരണ വാഹനത്തിൽ തന്നെയാണ്. ക്രെയിനിലേക്ക് അല്പസമയത്തിനകം മാറുമായിരിക്കും. ഒരുപക്ഷെ അവസാനത്തെ ഒരു ക്രെയിൻ ഉയർത്തൽ എല്ലാവരും ഒന്നിച്ചായിരിക്കും. ക്രെയിൻ വന്നതിന് ശേഷം കയറാനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട്. അല്ലെ കൂടുതൽ സമയം എയറിൽ നിൽക്കേണ്ടി വരും. C. കൃഷ്ണകുമാർ അവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. നമ്മുടെ ദീപക് മലയമ്മ ഓടി അവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അല്ലമീനുണ്ട്. അതെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് 3 മുന്നണികളുടെയും ഒരു കളർഫുൾ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. 3 മുന്നണികളും കൊട്ടിക്കലാശ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലമീൻ കേൾക്കാമോ? UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കലാശക്കൊട്ട് നടക്കുന്ന വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തുറന്ന വാഹനത്തിൽ പ്രവർത്തകരും നേതാക്കളും ചേർന്ന് രാഹുലിനെ പൊക്കിയെടുത്ത് തുറന്ന വാഹനത്തിൽ കയറ്റി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. ഇപ്പോൾ അവിടെ ഈ മുത്തുകുടകളുടെ രൂപത്തിൽ ചില പ്ലക്കാർഡുകൾ ഉയർത്തിയിരിക്കുകയാണ്. UDF വയനാടിനോടുള്ള കേന്ദ്ര അവഗണന, മൂലം കലക്കാൻ നടത്തിയ ഒത്തുകളി, പെൻഷൻ കുടിശ്ശിക, കൊടകര കുഴൽപ്പണക്കേസ് അട്ടിമറിച്ചത്, ഇതിലെല്ലാം നെൽകർഷകർക്ക് രക്ഷയില്ലാത്ത സാഹചര്യം, പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില വർധനവ്, ഇതിനെല്ലാം പാലക്കാട് പ്രതികരിക്കുമെന്ന രീതിയിൽ ഒരു മറുപടി ഉയർത്തുന്ന ഒരു പ്ലക്കാർഡാണ് ഉയർത്തിയിരിക്കുന്നത്. KPCC സുധാകരൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. KPCC പ്രസിഡന്റിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. പ്രസിഡന്റ്, വലിയ ആവേശമാണ് ക്യാമ്പിൽ കാണുന്നത്. എങ്ങനെയുണ്ട് അവസാന മണിക്കൂറിലൊരു കണക്കൂട്ടൽ? സുജിയ, ആ വേദിയിൽ ആ തുറന്ന വാഹനത്തിൽ സന്ദീപ് വാര്യരുണ്ട്. ഒപ്പം തൊട്ടുപുറത്ത് തന്നെ KPCC അധ്യക്ഷനും അതുപോലെ മുനവറലി തങ്ങളും ഉൾപ്പെടെ നജീബ് കാന്തപുരം ഉൾപ്പെടെയുള്ള നേതാക്കൾ തൊട്ടുപുറത്ത് വാഹനത്തിലുണ്ട്. രാഹുലിന്റെ മുഖം പ്രകടമാക്കുന്ന തരത്തിലുള്ള രൂപങ്ങളൊക്കെ കൊണ്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് പ്രവർത്തകർ എന്നുള്ളതാണ് ഏറെ പ്രധാനം. വലിയ ആവേശത്തോടു കൂടിയാണ്. കൃഷ്ണകുമാർ ക്രെയിൻ വരാൻ വേണ്ടിയിട്ട് മറ്റുള്ള ക്രെയിൻ വെയിറ്റ് ചെയ്യാണ്. ഇക്ബാൽ, അതാ കൃഷ്ണകുമാർ എയറിലേക്ക് പോകുന്നു. അതെ ഇക്ബാൽ, ആ ക്രെയിനിൽ ഒരാളെ ഉണ്ട് ഇവിടെ, നല്ല പൊക്കത്ത് കൊണ്ടുപോയി. അദ്ദേഹം തന്നെയാണ്. അതെ, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. കേൾക്കാം ഇക്ബാൽ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് BJPയുടെ അല്ലെങ്കിൽ NDയുടെ പാലക്കാട് സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ക്രെയിനിൽ ഉയരത്തിലേറി ഇപ്പോൾ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. അദ്ദേഹം ആ പുഷ്പവൃഷ്ടി നടത്തുന്നു. ആകാശത്തെ പ്രവർത്തകരുടെ സ്ഥാനാർത്ഥി വലിയ ആവേശത്തിൽ തന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ കാണാം. ഇപ്പോൾ പടക്കങ്ങൾ പൊട്ടിക്കുന്നു. തൊട്ടപ്പുറത്ത് സ്ഥാനാർത്ഥി
അതിൽ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സി കൃഷ്ണകുമാർ ആ ക്രെയിനിലേറിക്കൊണ്ട് ആകാശത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള ഓരോ ആളുകളെയും ഇപ്പോൾ അഭിവാദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ എത്തിയുള്ള ഓരോ പ്രവർത്തകരും, അതായത് ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കൊടി വീശുന്നത് മറ്റു ചിലർക്കുള്ള ചില സന്ദേശം കൂടിയാണ്. അതായത് ഒരു കൊടി പിടിച്ച് വളർന്നു വന്ന സാധാരണ പ്രവർത്തകനാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഡാൻസ് കളിക്കുന്നുണ്ട്. ഇക്ബാൽ അദ്ദേഹം പൂർണ്ണാവേശത്തിലാണ്. ഇങ്ങനെ ഞാനിത് കുറെ തെരഞ്ഞെടുപ്പായി കൃഷ്ണകുമാർ നമ്മൾ അങ്ങനെ കാണാത്തതാണല്ലോ. അതെ അതെ അതെ, ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ജെൻ ഇസഡ് എന്നൊക്കെ പറയുന്നത് തങ്ങളാണെന്ന് അവകാശപ്പെടുന്നവർക്കുള്ള ഒരു മറുപടിയാണോ ഇക്ബാൽ ഇത്? അതെ, തീർച്ചയായും അദ്ദേഹം ഈ BJP-യുടെ തന്നെ പാലക്കാട്ടെ ഏറ്റവും വലിയ പ്രതീക്ഷ, അതുപോലെ തന്നെ അവരെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്, ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരുന്നത് സി കൃഷ്ണകുമാറിൻ്റെ ഈ പാലക്കാട്ടുള്ള സ്വാധീനമാണ്. സി കൃഷ്ണകുമാറിന് പാലക്കാട് ഒരു മുഖമുണ്ട്. അത് BJP-ക്ക് ഇത്തവണ വലിയ രീതിയിൽ ഗുണം ചെയ്യും. കഴിഞ്ഞ തവണ 3000-ൽ പരം വോട്ടുകൾക്കാണ് BJP-ക്ക് കഴിഞ്ഞ തവണ പാലക്കാട് കോൺഗ്രസ് ക്യാമ്പിലേക്ക്